രാവിലെ എണീറ്റപ്പോൾ തന്നെ തൊണ്ടയിൽ ചെറിയൊരു കിച്ച് കിച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എണീറ്റ് കഴിഞ്ഞുള്ള പ്രധാന പരിപാടി ദേ ഈ ഒളിഞ്ഞുനോട്ടാണ്. പുറത്ത് എന്താണ് കാലാവസ്ഥ എന്ന് അറിയണമല്ലോ. എന്നിട്ട് ഫ്രഷ് ആവാൻ നിന്നപ്പോ ദേണ്ടടാ ഒരുത്തൻ ചാടി ആത്മഹത്യ ചെയ്തേക്കുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല കുഞ്ഞെ. പിന്നെ ഇന്ന് 2 മണിക്കാണ് ഞങ്ങൾക്ക് ജോലി. എണീറ്റപ്പോ തന്നെ 12 മണിയായി. അപ്പൊ റെഡി ആവാനും റെസ്റ്റ് എടുക്കാനുമായിട്ട് 2 മണിക്കൂറുണ്ട്. തൊണ്ടവേദനയായിട്ട് ഒരു ചായ ഇട്ട് കുടിക്കാനായിട്ട് പോയപ്പോ അനിയത്തി നേരത്തെ അത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ചൂടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് ചെറുതായിട്ടൊന്ന് ആർഭാടാക്കാന്ന് വെച്ചു. അപ്പൊ ബ്രെഡും ജാമും പഴവും മുട്ടയൊക്കെയാണ് ഇന്നത്തെ മെനു. 1 മണി മുതൽ 6 മണി വരെ പിടിച്ചു നിൽക്കേണ്ടല്ലേ, അതുകൊണ്ട് ഒന്നിനും ഒരു കുറവ് വെക്കേണ്ടെന്ന് വെച്ചു. അങ്ങനെ അതും കഴിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് ഒരു ഡോളോ കൂടി എടുത്തു. എന്തോ ഒരു അപാകത രാവിലെ മുതൽ എനിക്ക് തോന്നിയിരുന്നു. കണ്ണടച്ച് തുറന്നപ്പോഴേക്കും 1 മണിയായി. അപ്പോൾ ഷടപടയെന്ന് റെഡിയായി നേരെ ജോലിക്ക് വിട്ടു. പുറത്തിറങ്ങിയപ്പോഴേ വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. ഒന്നാതെ വയ്യാണ്ടോടെ ഇരിക്കുന്നു. എല്ലാം കൂടെ ഇപ്പൊ തിരുപ്പതിയായി. കഫേയിലെത്തിയപ്പോ ദേടാ കുറെ ഡെക്കറേഷൻസും പാട്ടും ആൽക്കഹോളും അറേഞ്ച്മെന്റ്സും ഒക്കെ. ഇതെന്താപ്പാ പുതിയൊരു സംഗതി, ഇവിടെ അങ്ങ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ചോദിച്ചപ്പോൾ അറിഞ്ഞ് ഇന്ന് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസിന് വേണ്ടിയിട്ട് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. ഡെക്കറേഷൻസ് ഒക്കെ വൻ അടിപൊളിയായിരുന്നു. അങ്ങനെ മരിച്ചു കിടന്ന് പണിയെടുത്ത് ഇടയ്ക്ക് വെച്ച് ഞാനൊരു ഹോട്ട് ചോക്ലേറ്റ് കൂടെ കുടിച്ചു. ബിക്കോസ് മൈ ത്രോട്ട് ഈസ് ഇടയ്ക്കിടയ്ക്ക് ഗിവിംഗ് മീ ബാഡ് വൈബ്സ്. ഡിന്നറിന് കഫേന്ന് കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പായിട്ട് ഫുഡൊക്കെ അകത്താക്കി മൂവിയൊക്കെ കണ്ടൊന്ന് ചില്ല് ചെയ്തു. രാത്രിയപ്പോൾ നല്ല കടുത്ത തൊണ്ടവേദന ഉണ്ടായിരുന്നു. പിന്നെ ഒരു കട്ടൻ കൂടെ ഇട്ട് ഒന്നും വരല്ലേന്ന് പ്രാർത്ഥിച്ച് നേരെ പോയി കിടന്നുറങ്ങി. അപ്പൊ ബൈ.